സ്റ്റുഡൻസ് നഴ്സറി സ്കൂൾ ട്യൂഷൻ സെന്ററിന്റെ 33ാമത് വാർഷികവും SSLC അവാർഡ് ദാന ചടങ്ങും സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീകുമാർ പ്ലാക്കാടിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ചു. ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അവനെ വളർത്തി വലുതാക്കി എടുക്കുന്ന അച്ഛനമ്മമാരെ അറിയുക. അച്ഛനമ്മമാരെ അറിഞ്ഞാൽ അവൻ ഈ ലോകത്തെ അറിവിൻ്റെ വളരെ വലിയൊരു ഭാഗം കരസ്ഥമാക്കി. അവരെങ്ങനെയാണ് നിങ്ങളെ വളർത്തുന്നത്? അവരെന്ത് ജോലിയാണ് ചെയ്യുന്നത്? എത്ര സമയം ആ കർമ്മത്തിൽ നിരതരാകുന്നു? അവർ എപ്പോൾ ഉറങ്ങുന്നു? അവരെപ്പോൾ ആഹാരം കഴിക്കുന്നു? നിങ്ങൾക്ക് തന്നിട്ടാണോ തരാതെയാണോ കഴിക്കുന്നത്? ആഹാര സാധനം എങ്ങനെ ഉണ്ടാക്കി? ഇങ്ങനെ ഒരു 100 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നെനിക്ക് പറയാൻ കഴിയും. പ്രമുഖ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രതിനിധികൾ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. സ്ഥാപന അധ്യാപകൻ ശ്രീ രാജു വി സ്വാഗതം ആശംസിച്ചു സംസാരിച്ചു. അഡ്വക്കേറ്റ് KP സജ്ജിനാഥ് മുൻ CWC ചെയർമാൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. തൻ്റെ സമ്പാദ്യം മുഴുവൻ അമ്മമാർക്ക്, അച്ഛന്മാർക്ക് വേണ്ടി, അച്ഛന്മാർക്കും അമ്മമാരിലും കേവലം ഒതുങ്ങുന്നില്ല, കുട്ടികൾക്ക് അവരുടെ സൗജന്യ വിദ്യാഭ്യാസമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഒരു മാതൃകയായി ഈ പ്രദേശത്ത് നിലകൊള്ളുകയാണ് ഒരു മനുഷ്യനല്ല, അതൊരു പ്രസ്ഥാനത്തിൽ ഞാനും കൂടെ ഉണ്ട്. അതാണ് റൂവൽ സിംഗിൻ്റെ സമുദ്രതീരം. ഇന്ന് ഇദ്ദേഹം ഇവിടെ ഞാൻ എത്തുമ്പോഴാണ് ഇവിടെ വരുമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. വളരെ ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി പലരോടും ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട് നമ്മുടെ ഇടയിൽ അത്ഭുതം എന്ന് പറയുന്ന റൂവൽ സിംഗിനെ കുറിച്ചാണ്. റൂവൽ സിംഗിൻ്റെ അവിടെ കുട്ടികളെ കൊണ്ടുപോകണം, അവിടുത്തെ അച്ഛനെ അമ്മമാരെ കാണിക്കണം. അങ്ങനെ കാണിക്കുമ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിലാകും നമ്മുടെ അച്ഛനും അമ്മയോടും എത്രത്തോളം കരുതലോടുകൂടി നമ്മൾ പെരുമാറണമെന്ന്. ഞങ്ങളുടെ കുട്ടികളെ വന്ന് കാണാം. 1332 കുട്ടികളുണ്ടായിരുന്നു ഞാനവിടെ വരും. 55 ഹോമുകളിലായിട്ട്. എത്ര പേർക്ക് ഇവിടെ അറിയാം? ഇവിടുത്തെ കുട്ടികളും ആ കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയുമോ? ഇവിടെ ഇവർ ആടുകയും പാടുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുകയാണ്. അത് കഴിയുമ്പോൾ നിങ്ങളോടൊപ്പം വീട്ടിൽ വരും. അടച്ചുറപ്പുള്ളൊരു വീടുണ്ട്, അവർക്ക് കരുതലായ ഒരു അച്ഛനും അമ്മയും ഉണ്ട്. ആ കുട്ടികൾക്ക് പനി ബാധിച്ചാൽ ഒന്ന് ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ വയ്ക്കുവാൻ ഒരു അച്ഛനില്ല, ഒരു അമ്മയില്ല. ഞങ്ങളൊരു സംവിധാനമുണ്ട്, അവർക്ക് ബാക്കിയെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഈ കുട്ടികൾക്ക് ലഭിച്ചതിനേക്കാൾ സ്നേഹം, സന്തോഷം, കരുതലെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ അച്ഛനും അമ്മയും എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യം ഇല്ലാത്ത കുട്ടികളെ അവരെയും കൊണ്ട് കാണിക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാകും ഞങ്ങൾ എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണെന്ന്. നമ്മുടെ സമൂഹത്തിൽ ഔപചാരികമായ മേഖലയിൽ വിദ്യാഭ്യാസം പടിയട എന്ന് മാത്രം പറയാതെ കുട്ടികളോട് എല്ലാം കണ്ടു പഠിക്കുവാൻ, പ്രകൃതിയെ കണ്ടു പഠിക്കുവാൻ, ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ കണ്ടു പഠിക്കുവാൻ. ഇന്നലത്തെ മഴയിൽ ഇവിടെ പറന്നു കിടന്ന ഈയലുകൾ പോയിപ്പോൾ ഒത്തിരി നേരം വിസ്മയം ഉണ്ടാക്കിയിട്ടാണ് ഈയലുകൾ പോയത്. കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, ഇതൊരു പ്രതിഭാസമാണ്. പ്രകൃതിയോട് ചേർന്ന് കുട്ടികളെ വളർത്തിക്കൊണ്ട് ഈ സമൂഹത്തെ സംരക്ഷിക്കുവാൻ കുട്ടികൾക്ക് കരുത്തുണ്ടെന്നും നെറുകേട് കണ്ടാൽ നെറുകേടാണെന്ന് കൈചൂണ്ടി പറയാനുള്ള തൻ്റെ ഇടത്തോടുകൂടി ഞാൻ ഒരിക്കൽ കൂടിയ വാക്ക് ഉയർത്തുകയാണ്. നട്ടെല്ലിന് നക്ഷത്രത്തിൻ്റെ തിളക്കം കുട്ടികൾക്ക് ഉണ്ടാക്കണം. അതിന് പോരുന്നിടമാണ് പ്രിയമുള്ളവരെ ഈ സ്റ്റുഡൻറ് അക്കാഡമി. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ മുമ്പും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഞാൻ. തുടർന്ന് ശ്രീലാൽ ചിറയത്ത് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ശ്രീ ആദർശ് മൈലക്കാട് പഞ്ചായത്ത് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ, ഹരികുമാർ ആദിച്ചനല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം, റൂവൽ സിംഗ് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം ചെയർമാൻ കല്ലുവാതുക്കൽ എന്നിവർ ചടങ്ങിന് ആശംസ അർപ്പിച്ചു. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെ എല്ലാം അംഗീകരിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും മുന്നോട്ട് പോകരുത് എന്ന് തന്നെയാണ് വേണ്ടത്. ഇനിയുള്ള തലമുറ ചോദ്യങ്ങൾ ചോദിച്ചു തന്നെ ഉണ്ടാവും. നമ്മുടെയൊക്കെ ക്ലാസ് മുറികളിൽ ഇരിക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊരു പേടിയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അധ്യാപകർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നു, വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ ട്യൂഷൻ സാറിനോട് പറയുന്നത് ഞങ്ങളുടെ സാർ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, ഇതാ നല്ലത്. എന്നാൽ അതിനകത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരുത്തപ്പെടാൻ കുട്ടികൾ തന്നെ തയ്യാറാവണം. നിങ്ങളെല്ലാവരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ സമുദ്രതീരം എന്ന് പറയുന്ന മതേതര വയോജന കേന്ദ്രത്തിൽ എത്തിപ്പെടണം. അവിടെ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കൂട്ടുകുടുംബത്തിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന്. ഞാൻ കാണാൻ പറഞ്ഞത് നിങ്ങൾ മാത്രം മുതിർന്ന ആൾക്കാരല്ല വരേണ്ടത്, കുട്ടികളെ കൊണ്ടുവരണം. വരും തലമുറയിലെങ്കിലും ഇത്തരം സ്ഥാപനങ്ങൾ ഇല്ലാതാക്കുവാനും പ്രായമായ അച്ഛന്മാരെ അമ്മമാരെ സംരക്ഷിക്കുന്ന ഒരു മക്കളായി വളരുവാനും വരും തലമുറയ്ക്ക് കഴിയേണ്ടതുണ്ട്. അവാർഡ് ദാനം ശ്രീജ ഹരീഷ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു.
ഏതൊരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും അതിൻ്റെ നല്ലതിനെ തിരഞ്ഞെടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പോൾ ഒരു പുസ്തകം മറിച്ച് നോക്കിയോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന സംശയങ്ങളോ ഒക്കെ കൂട്ടുകാരോ അധ്യാപകരിൽ നിന്നൊക്കെ മുന്നേ നമുക്ക് ആ ഒരു മൊബൈലിൽ നിന്ന് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ? ആ അറിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക, നല്ലതിനെ തിരഞ്ഞെടുക്കുക. സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിവിധതരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അഭിപ്രായങ്ങൾ പറയേണ്ടിടത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണം. എം സുഭാഷ് പ്ലാക്കാട് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സമ്മാനദാനം നിർവഹിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നൃത്യങ്ങളും ഓൾഡീസ് ഗോൾഡ് പ്രമുഖ ഗായകർ പങ്കെടുത്ത ഗാനസന്ധ്യയും വേദിയെ മനോഹരമാക്കി. താനേ പൂവിട്ട മോഹം മൂഹം വിതുമ്പും നേരം താനേ പൂവിട്ട മോഹം മൂഹം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്ത നൊമ്പരമായി. അമ്പിളി ടീച്ചർ കൃതജ്ഞത രേഖപ്പെടുത്തി.